ആത്മോപദേശ ശതകത്തിലേക്ക് സ്വാഗതം. തനു മുതലായത് സർവം ഒന്നിലൊന്നില്ല, അനൃതവുമായതിനാലേ അന്യഭാഗം അനുദിനമസ്തമിയാതിരിക്കയാലേ പുനർ ഹൃദരൂപവുമായി പൊലിഞ്ഞിടുന്നു. പ്രപഞ്ചമെന്നത് അനേകം ദൃശ്യങ്ങളുടെ സംഘാതമാണ് എന്ന് നമുക്കറിയാം. ഒന്നുപോലെയല്ല മറ്റൊന്ന്. ഓരോന്നിനും അതാതിൻ്റെ സ്ഥാനമുണ്ട്. ആ സ്ഥാനത്ത് അതിനു മാത്രമേ ഒരു സമയത്ത് നിലനിൽക്കാനാകൂ. കാലം, സ്ഥലം എന്നിവയിലാണ് ഓരോന്നും നിലനിൽക്കുന്നത്. ഒരു സ്ഥലത്ത് ഒരു കാലത്ത് ഒന്ന് നിലനിൽക്കുന്നു. മറ്റൊന്നിന് അതേ സ്ഥാനത്ത് നിലനിൽക്കണം എങ്കിൽ ആദ്യത്തേത് അപ്രത്യക്ഷമാകണം. അപ്പോൾ പക്ഷെ കാലം മാറിയിട്ടുണ്ടാകും. മറ്റൊന്ന് ഉള്ളിടത്ത് വേറൊന്നിന് കയറി നിൽക്കാനാകില്ല, പുറത്ത് നിൽക്കേണ്ടി വരും. ആദ്യത്തേത് അപ്രത്യക്ഷമായാൽ രണ്ടാമത്തേതിന് കയറാം. ഗുരു പറയുന്നു, ഒരു തനുവിൽ മറ്റൊരു ശരീരത്തിന് നിലനിൽപ്പില്ല. അതുപോലെ ഒന്നിലും മറ്റൊന്നിന് നിലനിൽപ്പില്ല. മാത്രമല്ല, ഈ നിലനിൽക്കുന്ന ഒന്നുപോലും എപ്പോൾ അപ്രത്യക്ഷമാകുമെന്നും പറകവയ്യ. കാരണം അത് അനൃതമാണ്, അസത്യമാണ്. അസത്യത്തിന് എവിടെ സ്ഥായീഭാവം? അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. എന്നാൽ മാറിക്കളിക്കുന്ന ഇതിലും മാറാത്ത ഒന്നുണ്ട്. അതാണ് അതിൻ്റെ അന്യഭാഗം, മറുഭാഗം. അതാണ് ആത്മസത്ത. ശരീരം മാറുന്നതാണ്, എന്നാൽ ചൈതന്യം എല്ലാത്തിലും ഒന്നായി തന്നെ എന്നും നിലനിൽക്കുന്നു. അതിന് ഉദയാസ്തമയങ്ങളിൽ മാറ്റമുണ്ടാകാറില്ല. എത്ര ദിനം കഴിഞ്ഞാലും അതുപോലെ തന്നെ നിലനിൽക്കും. കാരണം അത് അനൃതമല്ല, അസത്യമല്ല. ഒരു വേള ഒന്നായും മറുവേള മറ്റൊന്നായും കാണപ്പെടുന്നത് യാഥാർത്ഥ്യമല്ല എന്നറിയണം. സ്ഥായീഭാവമില്ലാത്തതിനെ സത്യമെന്ന് എങ്ങനെ വിളിക്കും? കുഞ്ഞായിരുന്നപ്പോൾ ഒരു രൂപം, യൗവനത്തിൽ മറ്റൊരു രൂപം, വാർദ്ധക്യത്തിൽ വേറൊന്ന്, മരണത്തിൽ ഇനിയൊന്ന്. ഈ പ്രപഞ്ച വസ്തുക്കളെല്ലാം അസത്യം തന്നെ. എന്നാൽ അവയ്ക്ക് ഉള്ളിലെല്ലാം ഹൃദയരൂപമായി, സത്യസ്വരൂപമായി പൊലിയുന്ന പ്രകാശിക്കുന്ന ആത്മസത്തയെ കാലത്തിനോ ഇടത്തിനോ മാറ്റം വരുത്താനാകില്ല. കാരണം ആത്മസത്ത അസത്യമല്ല, സത്യമാണ്. അതിനാൽ അസത്യത്തിൽ നിന്ന് അകന്ന് സത്യത്തെ സാക്ഷാത്കരിക്കൂ എന്നാണ് ഗുരുവിൻ്റെ ഉപദേശം.